ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു ഹെർബൽ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എണ്ണ കാച്ചണം കുറേ നാളെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക. പക്ഷെ മടി കാരണം അതങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരുന്നു. പിന്നെ അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അങ്ങ് കാച്ചിയേക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന കറ്റാർവാഴ പറിച്ചെടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില, നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനാണ് നമ്മൾ കറിവേപ്പില എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രഷ് കറിവേപ്പില പറിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കുറച്ച് ഇൻഗ്രീഡിയൻസേ എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 1/2 ലിറ്റർ എണ്ണയിൽ ഞാൻ എണ്ണ കാച്ചുന്നത്. അപ്പോൾ അതിന് എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ കയ്യൂന്നി എന്ന് പറയും. അതൊക്കെ രാവിലെ പറിച്ച് വെച്ചായിരുന്നു. എല്ലാം കുറച്ച് വാടിപ്പോയി. പിന്നെ നെല്ലിക്കൊക്കെ 3-4 ദിവസം മുന്നേ വാങ്ങിച്ചൊക്കെ വെച്ചായിരുന്നു. അത് ചെറുങ്ങനെ അവിടെ നമ്മൾ കഴുകുമ്പോൾ കട്ട് ചെയ്യുള്ളൂ ചെറിയ ഭാഗം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം. പിന്നെ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ്, അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ്. ഞാനിതിൽ ചെറിയുള്ളിയും ഉലുവയും ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ കറ്റാർവാഴ തണുപ്പാണ്. പിന്നെ ഉലുവയും ഓനിയനൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായാലും അതിൽ സൾഫർ പോകും. ചെറിയുള്ളി നമ്മൾ ജ്യൂസാക്കിയിട്ട് തലയിൽ ഇങ്ങനെ മുടി കൊഴിയുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്, മുടി കൊഴിയുന്നതിൽ. പിന്നെ ഉലുവ നമ്മൾ പാക്കായിട്ട് തലയിലിടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അതൊക്കെ കഴുകി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. കറ്റാർവാഴയിലുള്ള വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇത് അരിഞ്ഞോളും. ഒരുപാട് നൈസായിട്ട് ഞാൻ അരച്ചിട്ടുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എണ്ണ. ഞാനിവിടെ 1/2 ലിറ്റർ എണ്ണയോളം എടുക്കുന്നുള്ളൂ. ആ എണ്ണ നമ്മൾ നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ, നല്ല ഇതുപോലത്തെ ഇരുമ്പ് ചട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. ആ ചട്ടിയിലോട്ട് എണ്ണ അങ്ങ് ഇളം ചൂടാകുമ്പോഴത്തേക്ക് ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നിറമൊക്കെ മാറി ഈ പരുവത്തിൽ വരുന്നുണ്ട്. എണ്ണ തിളച്ച് പച്ച നിറമൊക്കെ മാറി ചെറിയ വരുമ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി നാളെ രാവിലെയാണ് ഒരു 10 മിനിറ്റ് ഇതേപോലെ ചൂടാക്കി എടുക്കുന്നത്. 2 നാളായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അടുത്ത ഡേ മോർണിംഗ് ഞാൻ പിന്നെയും ഒരു 5 മിനിറ്റ് എടുത്ത് എണ്ണ നന്നായിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. നല്ല പച്ച നിറം പോയി ചെറിയ രീതിയിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടേ ഉള്ളൂ. ഈ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും പുറത്തുനിന്ന് വാങ്ങാതെ നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇങ്ങനൊരു എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാം. ബൈ. This video is sponsored by BuyMode Online Shop.